കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കേരള തൊഴിലുറപ്പ് പദ്ധതിയുടെ 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ, കൂലി നിരക്കിലെ മാറ്റങ്ങളും സാങ്കേതിക പരിഷ്കാരങ്ങൾ, പുതിയ തൊഴിൽ മേഖലകൾ, ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന അധിക ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി കേരളത്തിൽ ദരിദ്ര കുടുംബങ്ങൾക്ക് വർഷത്തിൽ 100 ദിവസത്തെ ഉറപ്പുള്ള വേതന തൊഴിൽ നൽകുന്ന ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. 2026 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി കൊണ്ടുവന്ന നിരവധി മാറ്റങ്ങൾ പദ്ധതിയുടെ സുതാര്യതയും കാര്യക്ഷമതയും ഗണ്യമായി വർദ്ധിപ്പിച്ചു. കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കിപ്പോൾ മെച്ചപ്പെട്ട കൂലിയും ഡിജിറ്റൽ സൗകര്യങ്ങളും കൂടുതൽ വൈവിധ്യമാർന്ന ജോലികളും ലഭിക്കുന്നു. കൂലി വർധനവ് കേന്ദ്ര സർക്കാരിന്റെ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പരിഷ്കരണമാണ്. കേരളം ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ കൂലി നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി തുടരുന്നു. കൂലി നൽകുന്നത് DBT വഴി തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് കൂലി മുടങ്ങും. 2026 ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക അപ്ഡേറ്റ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പിന്റെ നിർബന്ധിത ഉപയോഗമാണ്. 2025 മെയ് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ സംവിധാനം 2026 ജനുവരി മുതൽ കേരളത്തിലെ എല്ലാ തൊഴിലുറപ്പ് പണി സ്ഥലങ്ങളിലും നിർബന്ധമാക്കി. തൊഴിലാളികൾ ജോലി തുടങ്ങുന്ന സമയത്തും അവസാനിപ്പിക്കുന്ന സമയത്തും ഗ്രൂപ്പ് ഫോട്ടോ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യണം. ആപ്പ് സ്വയം ജിയോ ടാഗിങ്ങും സമയവും രേഖപ്പെടുത്തും. ഇതിലൂടെ വ്യാജ ഹാജരും ബോഗസ് തൊഴിലാളി എന്നിവ പൂർണ്ണമായും ഇല്ലാതായി. മെറ്റീരിയൽ വാങ്ങുന്നതിനും ജിയോ ടാഗ് ചെയ്ത ഫോട്ടോകൾ നിർബന്ധമാക്കി. പണിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഓരോ ഘട്ടത്തിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. 2026 മുതൽ കേരളത്തിൽ 98% പണിസ്ഥലങ്ങളിലും NMMS നടപ്പിലാക്കി. ബാക്കിയുള്ളവ പൂർത്തിയാക്കാനുള്ള നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. 2026 കേരള തൊഴിലുറപ്പിന്റെ തൊഴിൽ മേഖലകളിൽ വലിയ വൈവിധ്യം കൊണ്ടുവന്നു. മുമ്പ് പ്രധാനമായും റോഡ്, കനാൽ, മണ്ണ് സംരക്ഷണം എന്നിവയായിരുന്ന പണികൾക്ക് പുറമെ പുതിയ 10 മേഖലകൾ കൂടി കൂട്ടിച്ചേർത്തു. ഒന്നാമതായി പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും. തൊഴിലുറപ്പ് ജോലികൾക്ക് കൃഷിയിടങ്ങളിൽ ജൈവവളം തയ്യാറാക്കൽ, കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവ കീടനാശിനി നിർമ്മാണം എന്നിവയ്ക്ക് വേതനം നൽകുന്നു. രണ്ടാമതായി ആട്, കോഴി, മത്സ്യം, പശു എന്നിവയുടെ കൂടുകൾ നിർമ്മിക്കൽ. മൂന്നാമതായി വീട്ടുമുറ്റത്തെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കൽ. നാലാമതായി തണ്ണീർത്തട സംരക്ഷണം, കുളം പുനരുദ്ധാരണം. അഞ്ചാമതായി തീരദേശ സംരക്ഷണത്തിന് കടൽ ഭിത്തി, കര സംരക്ഷണ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ആറാമതായി സോളാർ പാനൽ സ്ഥാപിക്കൽ, ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ. ഏഴാമതായി പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ശേഖരണം, മാലിന്യ സംസ്കരണം. എട്ടാമതായി അംഗനവാടികൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ. ഒൻപതാമതായി വയോജന പരിചരണ കേന്ദ്രങ്ങൾ, വികലാംഗ സൗഹൃദ സൗകര്യങ്ങൾ നിർമ്മിക്കൽ. പത്താമതായി വനവൽക്കരണം, തൈനടൽ. ഈ പുതിയ പണികളിലൂടെ തൊഴിലാളികൾക്ക് വർഷം മുഴുവൻ ജോലി ലഭിക്കുന്ന വിധത്തിൽ കലണ്ടർ ക്രമീകരിച്ചു. വ്യക്തിഗത ആനുകൂല്യ പദ്ധതികളിൽ 2026 വലിയ മാറ്റം വന്നു. SC/ST കുടുംബാംഗങ്ങൾക്ക് വീട്ടുമുറ്റത്ത് കിണർ നിർമ്മിക്കൽ, കുളിമുറി നിർമ്മിക്കൽ, പശുക്കൂട് നിർമ്മിക്കൽ എന്നിവയ്ക്ക് 90% വരെ സബ്സിഡി നൽകുന്നു. പൊതുഭാഗത്തിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് 60% സബ്സിഡി. 2026 കേരളത്തിൽ 45,000 പുതിയ കിണറുകൾ തൊഴിലുറപ്പ് വഴി നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. കിണർ, കുളിമുറി, വളക്കുഴി എന്നിവയുടെ നിർമ്മാണത്തിന് തൊഴിലാളികൾക്ക് 100% കൂലിയും മെറ്റീരിയൽ ചെലവിന്റെ 60% സർക്കാർ വഹിക്കും. ബാക്കി ഗുണഭോക്താവ് നൽകണം. കന്നുകാലി കൂടുകൾക്കും 1,20,000 രൂപ വരെയാണ് യൂണിറ്റ് ചെലവ്. അതിൽ 90,000 രൂപ വരെ തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്ന് ലഭിക്കും. ഇനി ജോബ് കാർഡ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ 2026 പ്രധാനമാണ്. പുതിയ ജോബ് കാർഡിന് അപേക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വയസ്സ് 18 തികഞ്ഞ ഏതൊരു ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനും അപേക്ഷിക്കാം. അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ ജോബ് കാർഡ് നൽകണം. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിൽ നൽകാത്തതിന് നഷ്ടപരിഹാരമുണ്ട്. ദിവസവേതനത്തിന്റെ 4/1 തുകയാണ് നഷ്ടപരിഹാരം. 2026 കേരളത്തിൽ 12,000-ലധികം പുതിയ ജോബ് കാർഡുകൾ വിതരണം ചെയ്തു. ജോബ് കാർഡ് ഒരു കുടുംബത്തിന് ഒന്ന് മാത്രം. കുടുംബത്തിലെ 18 വയസ്സ് തികഞ്ഞ എല്ലാ അംഗങ്ങളുടെയും പേരും ഫോട്ടോയും കാർഡിലുണ്ടാകും. കാർഡ് നഷ്ടപ്പെട്ടാൽ സൗജന്യമായി ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് കിട്ടും.
കൂലി നൽകുന്നതിനെ കാലതാമസം ഒഴിവാക്കാൻ 2026 DBT സംവിധാനം കൂടുതൽ ശക്തമാക്കി. തൊഴിൽ പൂർത്തിയായി 15 ദിവസത്തിനുള്ളിൽ കൂലി ബാങ്കിൽ എത്തണം. വൈകിയാൽ കൂലിയുടെ 5% പ്രതിദിന പലിശ നഷ്ടപരിഹാരമായി കിട്ടും. കേരളത്തിൽ 2026 ജനുവരി മുതൽ ജൂൺ വരെ 92% കൂലിയും 7 ദിവസത്തിനുള്ളിൽ നൽകി. ബാക്കി 8% കേസുകൾ ബാങ്ക് അക്കൗണ്ട് പ്രശ്നങ്ങൾ, ആധാർ ലിങ്ക് ചെയ്യാത്തത് എന്നിവ മൂലം വൈകി. തൊഴിലാളികൾക്ക് കൂലി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സോഫ്റ്റ്വെയറും വെബ്സൈറ്റും ലഭ്യമാണ്. കൂലി ഇതുവരെ ലഭിക്കാത്തവർ ടോൾ ഫ്രീ നമ്പർ 1800-345-2244 പരാതി നൽകാം. 2026 സ്ത്രീ തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകി. തൊഴിലുറപ്പിൽ 65%-ലധികം തൊഴിലാളികൾ സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് കുടിവെള്ളം, നിഴൽ എന്നിവ നിർബന്ധമാക്കി. സ്ത്രീകൾക്ക് മേസ്ത്രി ജോലിക്ക് മുൻഗണന നൽകും. സ്ത്രീ സ്വയം സഹായ സംഘടനകളുടെ കൂട്ടായ്മകൾക്ക് കൂട്ടായ കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയ്ക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കും. 2026 3000-ലധികം വനിതാ സ്വയം സഹായ സംഘങ്ങൾ തൊഴിലുറപ്പ് വഴി ജൈവ കൃഷിയിൽ ഏർപ്പെടും. വികലാംഗർക്കും മുതിർന്ന പൗരന്മാർക്കും 2026 ഇളവുകൾ നൽകി. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഭാരം കുറഞ്ഞ ജോലികൾ നൽകും. വികലാംഗർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികൾ, അതായത് വിത്ത് സംസ്കരണം, തൈ നടൽ, ബാഗുകളിൽ മണ്ണ് നിറയ്ക്കൽ എന്നിവയ്ക്ക് കൂലി നൽകും. 2026 5000-ലധികം വികലാംഗർ തൊഴിലുറപ്പ് രജിസ്റ്റർ ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്. സുതാര്യത ഉറപ്പാക്കാൻ സോഷ്യൽ ഓഡിറ്റ് 2026 കൂടുതൽ ശക്തമാക്കി. ഓരോ 6 മാസത്തിലും ഗ്രാമസഭയിൽ തൊഴിലുറപ്പ് പണികളുടെ സോഷ്യൽ ഓഡിറ്റ് നടക്കും. തൊഴിലാളികൾക്ക് തന്നെ പണിയുടെ രേഖകൾ പരിശോധിക്കാം. തട്ടിപ്പ് കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. 2026 കേരളത്തിൽ 200-ലധികം ഉദ്യോഗസ്ഥർക്കെതിരെ സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയ ക്രമക്കേടിന് നടപടിയെടുത്തു. പുതിയ പദ്ധതികൾ 2026 കേരളം ആവിഷ്കരിച്ചത് തൊഴിലുറപ്പിനെ കൂടുതൽ ജനകീയമാക്കി. ജലജീവൻ മിഷനുമായി സംയോജിപ്പിച്ച് ഓരോ വീട്ടിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കുന്ന പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ തൊഴിലുറപ്പ് വഴി നടത്തുന്നു. ഹരിത കേരള മിഷനുമായി ചേർന്ന് നദി പുനരുജ്ജീവനം, തണ്ണീർത്തട സംരക്ഷണം എന്നിവ നടത്തുന്നു. പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് ഗ്രാമീണ റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നു. കൃഷി വകുപ്പുമായി ചേർന്ന് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ജോബ് കാർഡ് എടുത്ത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യണം. രണ്ടാമതായി, ജോലി ആവശ്യപ്പെട്ട് എഴുതി നൽകണം. വാക്കാൽ ആവശ്യപ്പെട്ടാൽ മതിയാകില്ല. മൂന്നാമതായി, 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കണം. നാലാമതായി, NMMS ആപ്പിൽ ഫോട്ടോ എടുക്കുന്നതിൽ സഹകരിക്കണം. അഞ്ചാമതായി, കൂലി ബാങ്കിൽ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആറാമതായി, തട്ടിപ്പ് കണ്ടെത്തിയാൽ ഗ്രാമസഭയിലോ ടോൾ ഫ്രീ നമ്പറിലോ പരാതി നൽകണം. 2026 കേരള തൊഴിലുറപ്പ് പദ്ധതി വെറും കൂലി നൽകുന്ന പദ്ധതിയിൽ നിന്ന് ഗ്രാമവികസനത്തിന്റെ പ്രധാന ഉപകരണമായി മാറി. കൂലി വർദ്ധിപ്പിച്ചു. NMMS വഴി സുതാര്യത കൊണ്ടുവന്നു. ജൈവകൃഷി, ജലസംരക്ഷണം, ഊർജ സംരക്ഷണം എന്നീ പുതിയ മേഖലകൾ തൊഴിൽ സൃഷ്ടിച്ചു. സ്ത്രീകൾക്ക്, വികലാംഗർക്ക്, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകി. കേരളത്തിലെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ ഉറപ്പുള്ള വരുമാനവും സ്വന്തം പ്രദേശത്തിന്റെ വികസനത്തിൽ പങ്കാളിത്തവും ഉറപ്പാക്കുന്ന പദ്ധതിയായി തൊഴിലുറപ്പ് മാറി. അർഹരായ എല്ലാവരും ജോബ് കാർഡ് എടുത്ത് ഈ ആനുകൂല്യം വിനിയോഗിക്കണം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.